നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിളിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാരുതി എർട്ടിഗയ്ക്കൊപ്പമാണ് ഇന്നത്തെ വാഹന വിശേഷം. വാഹനം 2012 എത്തുകയും 2018 ഇതിന്റെ ഒരു മോഡിഫൈഡ് വെർഷൻ എത്തുകയും ചെയ്തു. മാരുതി സുസുക്കി ഇന്ത്യയിൽ എർട്ടിഗ എത്തിച്ചിട്ട് 10 വർഷം തികയുന്നതിന്റെ ആഘോഷമായിട്ടാണ് എർട്ടിഗയുടെ റിഫ്രഷ്ഡ് വെർഷൻ 2022 എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഹെർടെക് പ്ലാറ്റ്ഫോമിലാണ് എത്തിയിരിക്കുന്നത്. അതായത് 2012 ആദ്യമായിട്ട് ഈ വാഹനം എത്തുമ്പോൾ അത് സ്വിഫ്റ്റിന്റെ പ്ലാറ്റ്ഫോമിലായിരുന്നു. അന്ന് ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഏകദേശം സ്വിഫ്റ്റിനെ പോലെ തന്നെ നമുക്ക് തോന്നിച്ചു. സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ മാരുതി റിറ്റ്സിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ എന്നൊക്കെ ഈ ഡിസൈനെ പലരും കുറ്റം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ 2018 കൂടുതൽ മികച്ച രീതിയിൽ എർട്ടിഗ വീണ്ടും അവർ അവതരിപ്പിക്കുകയായിരുന്നു. എഞ്ചിനിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട്, കൂടുതൽ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പുതിയ ജനറേഷന് വേണ്ട കുറെ ടെക്നോളജി ഒക്കെ കൂടുതലായി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് അങ്ങനത്തെ ഈ വാഹനത്തിന്റെ പുതുതായി വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്കെല്ലാം അറിയാം, ഇന്ത്യൻ വാഹന ലോകത്തെ ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ളത് SUV-കൾക്കാണ്. അതായത് ഇവിടുത്തെ മൊത്തത്തിലൊരു ട്രെൻഡ് അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ കാലം മാറുകയാണ്. അതായത് മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ ഇപ്പോൾ ഈ മൾട്ടി പർപ്പസ് വെഹിക്കിൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഇത്തരം 7 സീറ്റർ 6 സീറ്റർ വാഹനങ്ങളുടെ ഒക്കെ ഒരു വിപണി കുതിച്ചുയരുന്നതായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് മാറി. അതായത് ഒരു മധ്യവർഗ കുടുംബം പോലും ഒരു പ്രീമിയം ഹാച്ച്ബാക്കിനൊപ്പം ഒരു MPV കൂടി ആയാൽ എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതായത് വാരാന്ത്യ യാത്രകൾക്ക്, ടൂറുകൾക്ക് ഒക്കെ അച്ഛൻ, അമ്മ, കുഞ്ഞുങ്ങൾ എന്നിവരോടൊപ്പം തന്നെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു 7 സീറ്റർ വാഹനം തന്നെ വേണ്ടി വരുന്നു എന്നുള്ള ഒരു വലിയ സൗകര്യമാണ് ഒരു MPV സ്വന്തമാക്കുന്ന വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, പണ്ടത്തെ കാലത്തെ പോലെ ടാക്സി ഫ്ലീറ്റ് സംവിധാനത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു ട്രെൻഡല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. MPV-കളും മാറി. അതായത് കൂടുതൽ പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഈ MPV എന്ന് വിളിക്കാൻ പോലും പല ബ്രാൻഡുകളും മറക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് കൂടുതൽ സൗകര്യങ്ങൾ ഇതിനകത്തേക്ക്, പ്രീമിയം സൗകര്യങ്ങൾ കൊണ്ടുവരുന്നു, ടെക്നോളജിയുടെ അഡീഷൻസ് കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും സൗകര്യം ഒരുക്കുകയാണ് MPV സെഗ്മെന്റിലുള്ള വാഹനങ്ങൾ. 40% വരുന്ന SUV മാർക്കറ്റിന്റെ കസ്റ്റമേഴ്സിനെ കുറെ കൂടി MPV സെഗ്മെന്റിലേക്ക് അടുപ്പിക്കാനുള്ള തന്ത്രമാണ് ഈ ഇത്തരം ബ്രാൻഡുകൾ കൈയടക്കുന്നതെന്ന് തോന്നുന്നു. അതിനുള്ള എല്ലാ ഉദാഹരണങ്ങളും നമ്മളിപ്പോൾ ഈ എർട്ടിഗയുടെ റിഫ്രഷ്ഡ് വെർഷൻ എന്ന് പറയുന്ന ഈ വാഹനത്തിൽ തന്നെ നമുക്ക് കാണാം. ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഹെർടെക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ തന്നെ സേഫ്റ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊണ്ടുവന്നു. ആദ്യമായിട്ടാണ് ആ ഒരു സംഗതി വന്നിരിക്കുന്നത്. അപ്പൊ ആ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലെ പാഡിൽ ഷിഫ്റ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എർട്ടിഗ എന്നുള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്തോനേഷ്യയിൽ ഇത് R3 എന്നൊക്കെയുള്ള ഒരു സംഗതിയാണ്. ഇതിൽ എർട്ടിഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എന്നും R എന്ന് വെച്ചാൽ റോ എന്നും ഒക്കെയാണ് അർത്ഥം. അതായത് 3 റോയിലുള്ള വാഹനം എന്നാണ് ഇത് ചെയ്യുന്നത്. ഈ വാഹനം കൂടുതലായിട്ടും ഇന്ത്യയും ഇന്തോനേഷ്യയുമാണ് എർട്ടിഗയുടെ മാർക്കറ്റ് പിടിച്ചടക്കിയിരിക്കുന്ന 2 രാജ്യങ്ങൾ. ഇവിടെ തന്നെയാണ് കൂടുതലായിട്ടും ഇതിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നതും. എന്നിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. 2022 എത്തിയ എർട്ടിഗയുടെ ഏറ്റവും പുതിയ മാറ്റം, അതായത് മുൻകാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ലിൽ വന്നിരിക്കുന്ന പുതുമയാണ്. അതായത് ക്രോം വിങ്ഡ് ഗ്രിൽ എന്നാണ്, അതായത് ഡൈനാമിക് ക്രോം വിങ്ഡ് ഗ്രിൽ എന്നാണ് മാരുതി അതിനെ വിശേഷിപ്പിക്കുന്നത്. മുൻഭാഗ ഭംഗിയിൽ ഈ ഒരു ക്രോം ഇൻസേർട്ടുകളൊക്കെ വന്ന് ഒരു ചിറകുകൾ പോലെ തോന്നിക്കുന്ന, ചിറകുകൾ വിടർത്തിയതുപോലെ തോന്നിക്കുന്ന ഈ ഗ്രില്ലിന്റെ കാഴ്ചയാണ് മുൻഭാഗ ഭംഗിയിലെ പ്രധാനം. ബാക്കി മാറ്റങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇത് പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ്. ഇത് നേരത്തെയുള്ള എർട്ടിഗയിൽ 2018 എത്തിയ എർട്ടിഗയുടെ അതേ സംഗതി തന്നെയാണ്. അതായത് ഇത് ഹാലജൻ ആണ്. ഇവിടെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതും ഹാലജൻ ആണ്.
പുത്തൻ എർട്ടിഗയുടെ സൈഡ് കാഴ്ചയിലെ പ്രധാനപ്പെട്ട മാറ്റം അതിൻ്റെ അലോയ് വീലിലാണ്. അലോയ് വീലിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഇഞ്ചാണ്. പക്ഷേ അതിൻ്റെ ഡിസൈനിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് അത് മെഷീൻ കട്ടാണ്, 2 ടോൺ അലോയ് വീലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഉൾഭാഗത്തായിട്ട് ഒരു സ്മോക്ക്ഡ് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ടൊരു മെറ്റാലിക് ഗ്രേയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മെറ്റാലിക് കളറുമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ORVM-ലൊന്നും ഒരു മാറ്റവുമില്ല. ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, ബോഡി കളേർഡ് ആണ്. ഇതിന്റെ ടോപ്പ് വേരിയന്റ് ഇത് കീ ഉപയോഗിച്ച് മടക്കാൻ സാധിക്കും. നമ്മളോടൊപ്പം ഉള്ളത് മാനുവൽ ഓപ്ഷന്റെ ടോപ്പ് വേരിയന്റ് വാഹനമാണ്. ഇതിന്റെ ഹാൻഡിൽസ് ക്രോമിൽ ഫുള്ളായിട്ടും പൊതിഞ്ഞിരിക്കുന്നു. ഇതിന് ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും ഉള്ള ഹാൻഡിൽസും അങ്ങനെ തന്നെ കാണാം. മൂന്നാം നിര പിന്നെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് താഴ്ത്തിയുള്ള വിൻഡോ ലൈൻ, ഇവിടെയും നല്ലതായിട്ട് താഴ്ത്തിയുള്ള വിൻഡോ ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പറയാനുള്ളത്, ഇതൊരു 3D ഫീൽ വരുന്ന ടെയിൽ ലാമ്പാണ്. ഒറിഗാമി 3D ഫീൽ ടെയിൽ ലാമ്പ് എന്ന് പറയും. ഇത് പഴയ ടെയിൽ ലാമ്പ് തന്നെയാണ്. പിൻഭാഗ കാഴ്ചയിലെ പ്രധാനപ്പെട്ട ഒറ്റയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ക്രോം ഇൻസേർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് മാത്രമാണ്. ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ഒരു 3D ഫീൽ വളരെ മനോഹാരിത നൽകുന്നു. പിന്നെ ഇവിടെയായിട്ട് ബാഡ്ജിങ് വന്നിട്ടുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയെല്ലാം സെൻസേഴ്സ് കാണാം. നമ്മളോടൊപ്പം ഉള്ളത് ടോപ്പ് വേരിയൻറ്റ്, മാനുവൽ ഓപ്ഷൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. എർട്ടിഗയുടെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 209 ലിറ്റർ ആണ്. ഇത് നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോയും പൂർണ്ണമായിട്ടും ടെമ്പിൾ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇവിടെയായിട്ടൊരു നോബ് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഈസി ആയിട്ട് ടെമ്പിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ മൂന്നാം നിര മറിച്ചിടുമ്പോൾ നമുക്ക് 550 ലിറ്ററായിട്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കാൻ പറ്റും. 2ഉം 3ഉം നിരകൾ പൂർണ്ണമായിട്ടും മുന്നിലേക്ക് മറിച്ചിടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 803 ലിറ്ററാണ്. ഇത്തരം MPVകളുടെ ഏറ്റവും വലിയ ഫ്ലെക്സിബിലിറ്റിയും അതിൻ്റെ സ്വീകാര്യതയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഈ ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ യാത്രക്കാർ കൂടുമ്പോൾ നമുക്ക് 2ാം നിരയും 3ആം നിരയും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിനായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് ഈ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഇന്ന് SUVകൾ അടക്കി വാഴുന്ന ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മൾട്ടിപർപ്പസ് വെഹിക്കിൾ കൂടുതലായിട്ടും വിറ്റുപോകാനുള്ള ഒരു കാരണം എന്നുകൂടി ഇവിടെ എടുത്തു പറയുന്നു. 3ആം നിരയിലേക്കുള്ള എൻട്രി വളരെ വേഗത്തിൽ സാധ്യമാക്കാൻ വേണ്ടി 2ആം നിര നമുക്ക് 60-40 സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഇതിനെ ഇങ്ങനെ ഈസി ആയിട്ട് ടെമ്പിൾ ചെയ്യാൻ, സിംഗിൾ ടച്ച് ടെമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലായിട്ട് ഒരു ലിവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സീറ്റിനെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് കുട്ടികൾക്കൊക്കെ 3ആം നിരയിലേക്ക് കടന്നിരിക്കണമെങ്കിൽ എളുപ്പം സാധ്യമാണ്. ഈ മൾട്ടിപർപ്പസ് വെഹിക്കിളിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4395 mm ആണ്. ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.2 മീറ്റർ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പൊക്കം എന്ന് പറഞ്ഞാൽ 1690ഉം ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 1735ഉമാണ്. വീൽ ബേസ് 2740 ആണ്. കെ സീരീസിൽ വരുന്ന വളരെ റിഫൈൻഡ് ആയിട്ടുള്ള 2022 മോഡൽ എർട്ടിഗയിലേക്ക് എത്തിയിരിക്കുന്ന എഞ്ചിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, അതായത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ നൽകുന്നത്, അതിൻ്റെ ഒരു പീക്ക് പവർ എന്ന് പറഞ്ഞാൽ 6000 RPM-ൽ 75.8 കിലോവാട്ട് ആണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4400 RPM-ൽ 136.8 ന്യൂട്ടൺ മീറ്റർ ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് പറയും. അതിന് എഞ്ചിനിലൊക്കെ പുതുമകൾ വന്നിട്ടുണ്ട്. കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസിയും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു എഞ്ചിൻ സംവിധാനമാണ് പുതിയ എർട്ടിഗയിലുള്ളത്. പെർഫോമൻസ് വളരെ മികച്ചതാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. മാരുതി വാഹനങ്ങൾ ഡീസൽ ഓപ്ഷനിൽ വരുന്നില്ല എന്ന് നമുക്കറിയാം. പെട്രോളിലും CNG-യിലുമാണ് വാഹനം ലഭ്യമാകുന്നത്. ഫ്യൂവൽ എഫിഷ്യൻസിയെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിലെ മാനുവൽ ട്രാൻസ്മിഷൻ 20.51 കിലോമീറ്റർ നൽകുന്നു. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് വേരിയന്റിൽ 20.30 കമ്പനി അവകാശപ്പെടുന്ന ഫ്യൂവൽ എഫിഷ്യൻസി. ഇതിൻ്റെ തന്നെ CNG വേർഷൻ 1 കിലോ CNGക്ക് നമുക്ക് ഓടാൻ പറ്റുക 26.11 കിലോമീറ്റർ ആണ്.
ഇന്റീരിയർ വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡാഷ്ബോർഡിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അതായത് പുത്തൻ എർട്ടിഗയുടെ ഡാഷ്ബോർഡ് അവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ടീക്ക് വുഡ് ഫിനിഷിലുള്ള മെറ്റാലിക് ടീക്ക് വുഡ് ഫിനിഷിലുള്ള ഒരു സംഗതിയിലാണ്. ഈ ഒരു ബ്രൗൺ കളറിൽ കാണപ്പെടുന്ന ഈ ഒരു എലിമെന്റ് ഇതിന്റെ ഇന്റീരിയറിൽ നല്ല ഭംഗി നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം ഡാഷ്ബോർഡിൽ കാണുന്ന ഈ ടീക്ക് വുഡ് മെറ്റാലിക് ഫിനിഷ് അതിന്റെ ഒന്നാം നിരയിലെ ഫ്രണ്ട് ഡോർ പാനൽസിലേക്കും കൂടി കയറി കിടക്കുന്നു. അതോടൊപ്പം തന്നെ പറയേണ്ടത് ഇതിന്റെ ഈ ഒരു എലിമെന്റ് അതിന്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് കൂടിയിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ 2ഉം 3ഉം നിരയിലുള്ള ഡോർ പാനൽസിലേക്ക് ഈ ടീക്ക് വുഡ് മെറ്റാലിക് ഫിനിഷ് വന്നിട്ടില്ല. എന്തായാലും പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു എലിമെന്റ് ഇന്റീരിയറിൽ നല്ല ഒരു പ്രീമിയം ആംബിയൻസ് നൽകുന്നു എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ സീറ്റ് ഫാബ്രിക് വന്നു. അപ്പോൾ പുതുതായിട്ടുള്ള ഒരു ഡ്യുവൽ ടോണിലുള്ള ഒരു സീറ്റിന്റെ ഫാബ്രിക് വന്നപ്പോൾ ശരിക്കും ഇന്റീരിയറിൽ ഒരു പ്രീമിയം ഫീൽ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വാഹനത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പാഡൽ ഷിഫ്റ്റേഴ്സ് ആണ്. നമ്മുടെ ഒപ്പമുള്ള വാഹനം മാനുവൽ ഓപ്ഷനാണ്. അപ്പം ശരിക്കും ഇന്നലെ ഷോറൂമിലേക്ക് എത്തിയതേ ഉള്ളൂ പുതിയ ജനറേഷനിലെ എർട്ടിഗ. അപ്പം നമ്മൾക്ക് കിട്ടിയത്, അതായത് ഈ ഷോറൂമിലേക്ക് ലഭ്യമായ വാഹനം മാനുവൽ ആയതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം ഡ്രൈവ് മോഡ്സും പാഡൽ ഷിഫ്റ്ററും വന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം. കംഫർട്ടിനും കൺവീനിയൻസിനും ഒരുപാട് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് പുതിയ എർട്ടിഗ, അതായത് പുത്തൻ തലമുറയ്ക്ക് പുതിയ തലമുറ മാറി, അതായത് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണം, ടെക്നോളജി വേണം, ഇഷ്ടംപോലെ സ്ഥലം വേണം എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് ദീർഘയാത്രയ്ക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇഷ്ടംപോലെ ബൂട്ട് സ്പേസും എല്ലാം നൽകിയിട്ടുള്ള ക്യാബിൻ സ്പേസും ഒക്കെ നൽകിയിട്ടുള്ള ഒരു രീതിയിലാണ് പുതിയ എർട്ടിഗ എന്ന് നമുക്ക് പറയാം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുറേയധികം യൂട്ടിലിറ്റി സ്പേസസ് പുതിയ എർട്ടിഗയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, അതായത് എയർ കൂൾഡ് ക്യാൻ ഹോൾഡേഴ്സ് ഈ വാഹനത്തിലേക്ക് വന്നു. ഞാൻ ഇതുവരെ അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റുകളിലൊക്കെ വരുന്ന വാഹനങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇത് ഒരു വലിയ സൗകര്യമായിട്ട് തന്നെ പറയാം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ആം റെസ്റ്റ്, പിന്നെ എന്നോട് തൊട്ട് താഴെയായിട്ടൊരു യൂട്ടിലിറ്റി ബോക്സും കൂടിയുണ്ട്. യൂട്ടിലിറ്റി ബോക്സിനോടൊപ്പം പറയുന്നു നീളം കുറഞ്ഞവർ അല്ലെങ്കിൽ സീറ്റ് മുന്നിലേക്ക് ഒക്കെ ഇട്ട് യാത്ര ചെയ്യുന്ന എന്നെപ്പോലുള്ളവർക്ക് വളരെ ഉപകാരപ്രദമാണ് ഇത്. ഈ ആംറെസ്റ്റ് സ്ലൈഡിംഗ് ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ റോയിലും 3 റോയിലും അവർ പവർ സോക്കറ്റ്സുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റൂഫ് മൗണ്ടഡ് AC ആണ്. അതായത് പിന്നറി യാത്രക്കാർക്ക് ഒരുപാട് സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ വാഹനത്തിൻ്റെ റൂഫിലായിട്ട് തന്നെ AC സംവിധാനം നൽകിയിട്ടുണ്ട്. അതിന് മൾട്ടിപ്പിളായിട്ടുള്ള അഡ്ജസ്റ്റബിൾ റിയർ വെൻറ്റുകളുണ്ട്. 3 സ്റ്റേജ് അതിന് സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇനി ഇതിൻ്റെ ടെക്നോളജിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്റീരിയറിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ പുതിയ സ്മാർട്ട് പ്ലേ പ്രോ എന്നാണ് അവരുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തെ വിളിക്കുന്നത്. അതായത് 17.78 സെന്റിമീറ്റർ വലിപ്പം അല്ലെങ്കിൽ 7 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതിൽ പൂർണ്ണമായിട്ടും എന്റർടൈൻമെന്റും പ്രധാനമായിട്ടുള്ള വെഹിക്കിൾ അലർട്ടുകളും എല്ലാം ഉൾപ്പെടുന്നു. സ്മാർട്ട് പ്ലേ പ്രോ ഇന്റലിജൻസ് സിസ്റ്റം ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൺബോർഡ് വോയിസ് അസിസ്റ്റ് വഴിയും പിന്നെ ഹായ് സുസുക്കി കമാൻഡ് വഴിയും ഒക്കെ സാധ്യമാണ്. ഇൻബിൽറ്റ് സുസുക്കി കണക്ട് ആപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ 40-ലധികം ഫീച്ചേഴ്സ് ഉണ്ട്. സുസുക്കി കണക്ട് നമുക്ക് റിമോട്ടായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് സ്മാർട്ട് വാച്ച് വഴിയും ആമസോൺ അലക്സ സംവിധാനം വഴിയും ഒക്കെ ഇത് സാധ്യമാണ്. അതായത് വോയിസ് കണക്ടിവിറ്റി വഴി നമുക്ക് AC, ഡോർ, ഹെഡ് ലാമ്പ്, ഹസാർഡ് ലൈറ്റ്, അലാറം ഒക്കെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ആവശ്യാനുസരണം പ്രവർത്തിപ്പിക്കാൻ എല്ലാ വേരിയന്റിലും സ്റ്റാൻഡേർഡായിട്ട് 2 എയർ ബാഗുകൾ വരുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന 6 സ്പീഡ് ഓട്ടോമാറ്റിക്കൽ ട്രാൻസ്മിഷൻ, അതായത് ZSI പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിൽ 4 എയർ ബാഗുകൾ വന്നിട്ടുണ്ട്. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഫ്രണ്ട് സൈഡ് എയർ ബാഗുകളാണ് ഈ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, EBD സംവിധാനത്തോടുകൂടിയ ABS, അതുപോലെ തന്നെ ബ്രേക്ക് അസിസ്റ്റ്, റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, സെക്കൻഡ് റോയിലൊക്കെ ഐസോഫിക്സ് സംവിധാനം, സ്പീഡ് അലർട്ട് സിസ്റ്റം, ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് അലാറം അല്ലെങ്കിൽ റിമൈൻഡർ, ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ ക്രൂയിസ് കൺട്രോൾ, ഓട്ടോ ഹെഡ് ലാമ്പ്, ഫോളോ മീ ഹോം, പിന്നെ കീ ഉപയോഗിച്ച് പിന്നെ മടക്കാനൊക്കെ പറ്റുന്ന ORVM, അതായത് ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ എന്നിങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഈ വാഹനത്തിലുണ്ട്. ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു സ്കീം മാരുതി സുസുക്കി വാഹനങ്ങൾക്ക് ലഭ്യമാണ്. അതായത് നമ്മളുടെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്യാണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാഹനം വീട്ടിലേക്ക് കൊണ്ടുപോകാം. അതായത് ഇതൊരു മന്ത്ലി സബ്സ്ക്രിപ്ഷനാണ്. പെട്രോൾ വേരിയന്റിന്
18,600 രൂപ മാസം കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഇതിൻ്റെ CNG വേരിയൻറ്റ് 22,400 രൂപയും കൊടുക്കാം. അതായത് ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ, സർവീസ്, മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ്. എർട്ടിഗയുടെ വില തുടങ്ങുന്നത് 8,30,50,000 മുതലാണ്. ഇത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ LXI വേരിയന്റിന്റെ വിലയാണ് ഇത്. അപ്പൊ മറ്റൊരു പുതിയ വാഹനത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഈ വാഹനം തന്നെ ഇന്നലെ ഇപ്പൊ കൊച്ചിയിലെ ഷോറൂമിൽ എത്തിയതേ ഉള്ളൂ. രാവിലെ തന്നെ ഏറ്റവും പുതുതായിട്ട് വിശേഷങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവിന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അനുഭവം നൽകുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അറിയുന്ന എല്ലാ കാര്യങ്ങളും, ഇത് ഇന്ന് ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും ഓൾറെഡി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലായും നമ്മൾ പ്രാധാന്യം കൊടുത്തത് നമ്മൾ ഇതുവരെ കണ്ട മാരുതി സുസുക്കി എർട്ടിഗയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ വേരിയന്റിലേക്ക് വന്നിരിക്കുന്നത്, അതായത് 2022 വന്നിരിക്കുന്നത് എന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിന്റെ വ്യത്യാസവും എല്ലാം കൃത്യമായിട്ട് നമ്മൾ നൽകുന്നതാണ്. പുതിയ പുതിയ വാഹനങ്ങളുടെ എല്ലാം വിശേഷങ്ങൾ നമ്മൾ ഈ കുഞ്ഞു ചാനലുകളിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും വാക്ക് അറൗണ്ട് ആണെങ്കിലും നിങ്ങളുമായിട്ട് പുത്തൻ വാഹന വിശേഷങ്ങൾ പങ്കുവെക്കാൻ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, മലയാളം TV ചാനലിലെ ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഏക ഓട്ടോമൊബൈൽ റിവ്യൂ ആണ് ഞാൻ എല്ലാ ഞായറാഴ്ചയും രാവിലെ ന്യൂസ് 18 ഓട്ടോ എന്ന ഒരു പ്ലാറ്റ്ഫോം, അതായത് ന്യൂസ് 18 ചാനലിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ രാവിലെ 10:30 അവതരിപ്പിക്കുന്നത്. തീർച്ചയായും കഴിയുന്നവരൊക്കെ ആ ഒരു ഇതുകൂടി കാണുക. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.